ഹലോ, രുചിയും രസമിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു മത്തങ്ങ കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാൻ പോവാണ്. വിളഞ്ഞ മത്തങ്ങയാണ് ഇത്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം. എന്നിട്ട് ഞാൻ ഇത് അരിപ്പൊടി വേണം നമുക്ക്. അത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം നമുക്ക് മുന്നോട്ട് നിൽക്കണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. അത് നമുക്ക് മധുരം എത്ര ആവശ്യം അതനുസരിച്ചിട്ട്. ഇത് നമുക്ക് ഈ ശർക്കര നമുക്ക് കല്ലാണ് കളർ. ഇതൊക്കെ നമുക്ക് ഇപ്പം ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കണം. ഇതാണ് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ചുക്ക് എടുത്തിട്ടുണ്ട്, ഏലയ്ക്ക്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, മുറിച്ചെടുക്കണം ഇങ്ങനെ ശരിക്കും. ഞാൻ എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എന്താ, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണേ. ഓക്കെ, അപ്പം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു 4 അല്ലെങ്കിൽ 5 വിസിലായി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും നന്നായിട്ട് അതെല്ലാം വെന്ത് കിട്ടും. എന്നിട്ട് ഉടച്ചെടുക്കാം നമുക്ക്. ഓക്കെ, ഇത് ഓൾറെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതും തുറന്ന് കുക്കറിട്ടതും ഇതും മത്തങ്ങ വെന്ത് കഴിഞ്ഞ് എന്താ ഇതുപോലെ മത്തങ്ങ ഉടച്ച് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഒരു വെസിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഞാനൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് സ്ലോ വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടോ നന്നായിട്ട് സ്മാഷായി കിട്ടിയത്. ഇതിപ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് വെള്ളം പറ്റിച്ചെടുക്കാം. നന്നായിട്ട് നമുക്ക് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് ഇതിന്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. കുറച്ച് അധികം വെള്ളമായിട്ടില്ല, എന്നാലും നോക്കി കേൾക്കണ്ട. തോന്നുന്നില്ലേ കുറച്ച് വെള്ളം പോലെ? അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും. ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാൻ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, വെള്ളം പറ്റിയിട്ടുണ്ട്. 2ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ഒരു 2.25 ഗ്ലാസ് ഉണ്ട്, 2 ഗ്ലാസ്. അപ്പം ഞാനിപ്പം ഒരു 2 ഗ്ലാസോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ചെടുത്ത് മാറ്റി വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇച്ചിരി ഫ്ലെയിം ലോ ടു ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ ഒരു 5 മിനിറ്റിലേക്ക് കുറച്ച് ഹൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു സ്വല്പം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബാലൻസ്, സ്വീറ്റ് ബാലൻസ് ആക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കുറച്ചുകൂടെ ഒന്ന് മുറുകി കഴിഞ്ഞാൽ നമുക്ക് 1ാം പാൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുമ്പേ കുറച്ചൊരു അരിപ്പൊടി മാറ്റി വെച്ചിട്ടില്ലേ, അപ്പോൾ അത് ഞാനൊന്ന് കലക്കിയിട്ട് ഇതിലൊഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ തന്നെ വേണം നമുക്ക്. ഇത് അരിപ്പൊടിയാണേ. നമുക്ക് ഇച്ചിരി ലൂസാക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണേ. അപ്പം നമുക്കിത് കട്ടയില്ലാതെ ഒന്ന് പൊടിച്ച് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. സ്ലോലി കറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തിക്കായി കിട്ടും. കണ്ടോ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കൂടുതൽ തിക്നെസ് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന 2ാം പാൽ അത് ഒഴിച്ചു കൊടുക്കും നമുക്ക്. കട്ട വേവടില്ല, കുറുകിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം.
ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്ന ആ പാലാണ് ഇത്. മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം 2.25 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. രണ്ടാം പാല് 2.25 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കട്ട പൊടിക്കണേ. ഇത് കുറുകി വന്നിട്ടില്ല കണ്ട, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ട. ഇന്നിപ്പം നമുക്ക് ഈ 1 ഗ്ലാസ് ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലും കൂടുതൽ 1.25 ഇട്ട് കൊടുക്കാം. കൂടുതൽ മധുരം എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മധുരം ഇതിലും കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ ഇടാം. ഞാൻ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. എന്താ അടിപൊളിയായിട്ടില്ലേ? നല്ല രസമില്ലേ കാണാൻ? പതുക്കെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചുക്കുപൊടി എന്നിട്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടിയും ഏലക്കയും കൂടെ അതാണ് നല്ല ഫ്ലേവർ കിട്ടുന്നത്. നല്ല അടിപൊളി ടേസ്റ്റും കിട്ടും. സ്ലോ ഫ്ലെയിമിലാണ്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം നെയ്യ് ഇടുന്നില്ല. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതാണ് നെയ്യിൽ. അപ്പോൾ അത് കാരണം ഞാൻ എക്സ്ട്രാ നെയ്യ് ഇടുന്നില്ല. അപ്പം നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നെയ്യിലൊന്ന് വറുത്തിട്ടൊന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് എടുത്തിട്ടിട്ട് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. ചെറിയൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഒന്ന് ചൂടാകട്ടെ. ഇട്ട് കൊടുക്കാം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകട്ടെ, എന്നെങ്കിലല്ലേ രസമുള്ളൂ കാണാൻ. ഇപ്പം ഞാൻ ഇച്ചിരി കറുത്ത മുന്തിരിങ്ങ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഉണ്ടാ അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കൂടെ അടിപൊളിയല്ലേ? കണ്ടാ? അപ്പം സ്പെഷ്യൽ മത്തങ്ങ പ്രഥമൻ പായസം റെഡി. അപ്പം നമ്മുടെ മത്തങ്ങ പ്രഥമൻ റെഡിയായി, പായസം. ഓക്കെ, എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും വിചാരിക്കും ഈ മത്തങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആ വെജിറ്റബിളില് ആഡ് ചെയ്യത്തുള്ളൂ എന്ന് വെക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് ഒരു വെറൈറ്റി പായസം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവായിട്ടും. പിന്നെ നമ്മുടെ ഈ വരുന്ന ഓണത്തിനാണെങ്കിലും നമുക്കിതൊന്നും ഉണ്ടാക്കി അവർക്കൊന്ന് കൊടുത്തു നോക്കും, ഒരു സർപ്രൈസ് ആകട്ടെ. അപ്പൊ കുട്ടികളൊന്നും കഴിക്കത്തില്ല മത്തങ്ങ, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കേ എങ്ങനെയുണ്ടോ. പിന്നെ തണുപ്പിച്ച് കൊടുത്താൽ കുട്ടികൾ നല്ല ഐസ്ക്രീം കണക്ക് കഴിച്ചോളും. എന്തായാലും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഈ കൊറോണയൊക്കെ അതിനൊക്കെ അടിച്ചു ഓടിക്കണം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ആ ടെൻഷനൊന്നും എടുക്കണ്ട. നമുക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തമൊക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്യുക. പിന്നെ സേഫ് ആയിട്ടിരിക്കുക. പിന്നെ എല്ലാവർക്കും എൻ്റെ വകയിലും എൻ്റെ ഫാമിലിയുടെ വകയിലും ഹാപ്പി വിഷു ആശംസിക്കുന്നു. ബൈ, ടേക്ക് കെയർ.